വെഞ്ഞാറമൂട്ടിൽ അരുംകൊലയ്ക്കിരയായ 5 പേർക്ക് വിട നൽകി നാട്. എല്ലാവരുടെയും മൃതദേഹം ഖബറടക്കി. ഫർസാനയെ ചിറയൻകീഴ് മസ്ജിദിലും മറ്റ് 4 പേരെ പാങ്ങോട് ജുമാ മസ്ജിദിലുമാണ് സംസ്കരിച്ചത്. വിവരങ്ങളുമായി ഷിജോ കുര്യൻ ചേരുന്നു. ഷിജോ, അരുംകൊലയുടെ നടുക്കം ഇനിയും വെഞ്ഞാറമൂട്ടുകാർക്ക് മാറിയിട്ടില്ല. വിവരങ്ങൾ. ഇത് കേരളത്തിന് ഇപ്പോൾ പോലും വിശ്വസിക്കാനോ ഉൾക്കൊള്ളാനോ പോലും കഴിയാത്ത തരത്തിലുള്ള വലിയൊരു കൊലപാതക പരമ്പരയാണ് തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ അരങ്ങേറിയത്. ഈ കൊലപാതകത്തിൽ കൊല്ലപ്പെട്ട 5 പേരുടെയും സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. 4 പേരുടെ സംസ്കാരം താഴെപ്പാങ്ങോട് ജുമാ മസ്ജിദ് ഖബറിസ്ഥാനിലാണ് പൂർത്തിയായത്. ഫർസാനയുടെ വീടിനോട് ചേർന്ന് തന്നെയുള്ള ജുമാ മസ്ജിദിൽ വൈകിട്ട് 4 മണിയോടുകൂടി പൂർത്തിയാവുകയും ചെയ്തിരുന്നു. താഴെപ്പാങ്ങോട് ഉള്ള ജുമാ മസ്ജിദിലെ ഖബറിസ്ഥാനിൽ 4 പേരുടെ മൃതദേഹങ്ങളാണ് അടക്കം ചെയ്തത്. ലത്തീഫിൻ്റെ ഭാര്യ സജിദ ബീഗത്തിൻ്റെയും സൽമാ ബീവിയുടെയും പ്രതി അഫാൻ്റെ സഹോദരൻ അഫ്സാൻ്റെയും മൃതദേഹം 4 പേരുടെയും മൃതദേഹമാണ് താഴെപ്പാങ്ങോട് ജുമാ മസ്ജിദ് പള്ളിയിൽ ഖബറടക്കിയത്. വൈകിട്ട് 4:30 3 പേരുടെ മൃതദേഹം പൊതുദർശനത്തിന് ആയിട്ട് ആ പള്ളിയിലേക്ക് കൊണ്ടുവന്നിരുന്നു. പോസ്റ്റ്മോർട്ടവും മറ്റ് വീട്ടിലേക്കുള്ള പൊതുദർശനവും ഒക്കെ പൂർത്തിയാക്കി വൈകിട്ട് 4:30 താഴെപ്പാങ്ങോട് ജുമാ മസ്ജിദിലെ പള്ളിയോട് ചേർന്നുള്ള ഹാളിലേക്ക് 3 പേരുടെ മൃതദേഹം ആദ്യം കൊണ്ടുവന്നത്. ലത്തീഫിൻ്റെയും സജിദ ബീഗത്തിൻ്റെയും അതുപോലെ തന്നെ സൽമാ ബീവിയുടെയും മൃതദേഹം ആദ്യമേ കൊണ്ടുവന്നു. പിന്നീട് ഏതാണ്ട് 6 മണിയോടടുപ്പിച്ചാണ് അഫ്സാൻ്റെ മൃതദേഹം ഈ പള്ളിക്ക് സമീപമുള്ള ഹാളിലേക്ക് കൊണ്ടുവന്നത്. ഏതാണ്ട് 1.5 മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന പൊതുദർശനത്തിന് ശേഷം 6:15 മയ്യത്ത് നിസ്കാരം പള്ളിക്കുള്ളിൽ തുടങ്ങുകയും 6:30 മയ്യത്ത് നിസ്കാരം പൂർത്തിയാവുകയും പിന്നീട് 6:45 ഖബറടക്കമടക്കമുള്ള സംസ്കാര ചടങ്ങുകൾ പള്ളിയിൽ പൂർത്തിയാവുകയും ചെയ്തിരുന്നു. ജനപ്രതിനിധികളായിട്ടുള്ള MV ഗോവിന്ദൻ, V ജോയി, DK മുരളി, A റഹീം MP അടക്കമുള്ള നിരവധി ജനപ്രതിനിധികൾ, രാഷ്ട്രീയ നേതാക്കൾ അടക്കമുള്ളവർ അവസാനമായിട്ട് ഈ 4 പേർക്കും അന്തിമോപചാരം അർപ്പിക്കാൻ ഈ സ്ഥലത്തേക്ക് വന്നിരുന്നു. 100 കണക്കിന് ആളുകളാണ് അവസാനമായിട്ട് ഈ മരിച്ചുപോയ ഈ കൊല്ലപ്പെട്ട ആളുകളെ കാണാനായിട്ട് ഈ നാട്ടിലേക്ക് ഒഴുകിയെത്തിയത്. നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നെല്ലാം മാറി തീർത്തും ഒരു ഗ്രാമപ്രദേശമാണ് ഈ പാങ്ങോട് എന്ന് പറയുന്ന ഈ സ്ഥലം. ഈ സ്ഥലത്തുള്ള ഒരാൾക്ക് പോലും ഇപ്പോഴും ഇവരുടെ മരണം, ഈ കൊലപാതകം ഒന്ന് ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ അതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് വിശ്വസിക്കാനോ പോലും കഴിഞ്ഞിട്ടില്ല. ഓരോ മനുഷ്യരെയും മുഖത്ത് നോക്കുമ്പോൾ അത്യന്തം ദുഃഖവും വികാരനിർഭരമായിട്ടുള്ള കാഴ്ചകൾ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഈ നാട് വെഞ്ഞാറമൂട്ടിൽ അരുംകൊലയ്ക്കിരയായ 5 പേർക്ക് നാട് വിട നൽകി. എല്ലാവരുടെയും മൃതദേഹം സംസ്കരിച്ച് വിവരങ്ങൾ നൽകിയത് ഷിജോ കുര്യനായിരുന്നു.